പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാനുള്ള കാഴ്ചപ്പാടാണ് ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി. വിഴിഞ്ഞം പദ്ധതിയും ടൂറിസം വികസനവും വലിയ പ്രതീക്ഷയാണെന്നും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കിടയിലും സാമ്പത്തിക മരവിപ്പ് മറികടക്കണം. അതിജീവിക്കാനുള്ള കാഴ്ചപ്പാടാണ് ബഡ്ജറ്റിൽ. തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പൊതുവിലൊരു സാമ്പത്തിക രംഗത്തൊരു മരവിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ മരവിപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചിലവുണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുമേഖലയിൽ നിന്നും പ്രൈവറ്റ് മേഖലയിൽ നിന്നും. അതിന് കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലൈഫിൻ്റെ രംഗത്ത് അടുത്ത 2 വർഷം കൊണ്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പം സർക്കാർ വെക്കുന്ന ബഡ്ജറ്റിൻ്റെ പണമുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം കൂടെ ചേർന്നൊരു സ്കീം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. 10,000 കോടിയുടെ നിർമ്മാണം 2 വർഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എക്കോണമി നല്ലൊരു ബൂസ്റ്റ് വരും. വിഴിഞ്ഞം പദ്ധതിയിലും ടൂറിസം വികസനത്തിലും ബഡ്ജറ്റ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ഇങ്ങനെ വരുമാനമെല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് 10,000 ആൾക്ക് ജോലി കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം വരുന്ന പദ്ധതിയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ അടുത്ത 3 വർഷത്തിനകം ഒരു 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, ടൂറിസം മേഖലയിൽ 10,000 ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഡിമാൻഡുകളുണ്ട്. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. 1000 കോടിയുടെ നികുതി വരുമാന വർധനവാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പറയുന്നുണ്ട്, ഈ പഴയ വണ്ടിയൊക്കെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ 5,000 കോടി കിട്ടത്തില്ല. 5,000 ഒന്നും കിട്ടത്തില്ലേലും ഈ മണൽ വാരിയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന അത്രയും കിട്ടത്തില്ലേലും നമുക്ക് അതിൽ നിന്നെല്ലാം ഒന്നാം വണ്ടികൾ അവിടുന്ന് മാറ്റാം. ഒരു സോഴ്സാണ്. അത്ര വെച്ചിട്ടാണ് അത് സ്ക്രാപ്പ് പോളിസി. ഒരു ബേസിക്കലി ഒരു പേപ്പറുണ്ട്, നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പോളിസി ഉണ്ട്. പിന്നെ ഒരു പോളിസിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് പോളിസിയായിട്ട് വരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.